നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കേരള വനം വന്യജീവി വകുപ്പിന്റെയും കണ്ണൂർ വനം ഡിവിഷൻ കണ്ണവം റേഞ്ചിന്റെയും നേതൃത്വത്തിൽ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ണവം വനം മേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. കേരളം വനം വന്യജീവി വകുപ്പ് വനം ഡിവിഷൻ കണ്ണവം റേഞ്ചിന്റെ നേതൃത്വത്തിൽ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണവം വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ മണ്ണുരുളക്കുള്ളിൽ ആക്കി വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്. ഉറപ്പുവരുത്തുക. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കുറെ ഡീഗ്രേഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് വിത്തുകൾ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ മണ്ണിൽ മുളപ്പിച്ച് വെച്ച് എന്തുകൊണ്ട് സാധാരണയായിട്ട് കഴിഞ്ഞാൽ മുളക്കും, ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ചെറിയ ഇതൊക്കെ ജീവിക്കെടുത്ത് എത്തുന്നു. കാട്ടിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ പരിപാലിക്കാൻ പറ്റില്ല. ഇപ്പം ചെറിയ മാനുകൾ ഇതൊക്കെ വന്നെന്ത് ചെയ്യും, കൈ കടിച്ച് തിന്നും ഇല്ലേ. സാധാരണ നിലയിൽ വനത്തിൽ നിക്ഷേപിക്കുന്ന വിത്തുകൾ പക്ഷി മൃഗാദികളും വന്യജീവികളും ഭക്ഷണമാക്കാറുള്ളത് കൊണ്ട് ഇത് പലപ്പോഴും ഫലപ്രദമാകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഭക്ഷ്യവിഭവങ്ങൾ തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ കാട്ടിനുള്ളിൽ തന്നെ ഒരുക്കുക എന്ന ഉദ്ദേശവും ഈ പദ്ധതിക്കുണ്ട്. വിത്തൂട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്ത് നിർവഹിച്ചു. നമ്മളെ ഇന്നത്തെ ഈ പ്രോഗ്രാം വിത്തൂട്ടെന്ന് പറയാണ്. ഇപ്പോൾ വിത്തൂട്ട് ഇതിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബോളുകൾ കാട്ടിലേക്ക് നിക്ഷേപിക്കലാണ്. കയ്യിലെ ബോളുകൾ നിക്ഷേപിക്കുക. അപ്പോൾ അത് വളർന്നു വന്ന് മൃഗങ്ങൾക്ക് ഉള്ള ഭക്ഷണവും ഇത് ആയി മാറട്ടെ. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷൈജു പദ്ധതി വിശദീകരിച്ചു. കണ്ണൂർ റേഞ്ച് ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ നഴ്സറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബീറ്റ് പോലീസ് ഓഫീസർ എം ജിഷ്ണു ക്ലാസ് എടുത്തു. CPO MK രാജീവൻ, കെ പവിത്രൻ, ടി സനേഷ്, രാജീവ് അദയോത്ത്, VP ഷീജ, VD ദീപ്തി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വനസംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കുട്ടികൾക്ക് വന്യമൃഗങ്ങളെയും കാടിനെയും അടുത്തറിയാനുള്ള ഒരു പുത്തൻ അവസരമായിരുന്നു യാത്ര. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.